എങ്ങനെയൊക്കെയോ സഹോദരനെ കൈവരിച്ച് ഞാൻ ആ പ്രസംഗത്തിന് വേണ്ടി തയ്യാറെടുത്തു. എനിക്കറിയാമായിരുന്നു എന്താണ് നമ്മുടെ സർക്കാരിന്റെ ദൗത്യം, ലക്ഷ്യമെന്ത്, ഈ ഭാരതം ഏത് ദിശയിലേക്കാണ് ചരിക്കേണ്ടത്. മോദിജി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വിവരം അറിയിക്കാൻ എന്നെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് മാഷ്ക്ക് ദൗത്യം ലഭിക്കുന്നു എന്നാണ്. അത് ശിരസാവഹിച്ചുകൊണ്ട് വേണം എന്റെ പ്രസംഗം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സംഘ പ്രാർത്ഥന എന്റെ പ്രസംഗത്തിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും. പലരും അതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. ആദ്യമായിട്ടാണ് ഭാരതത്തിന്റെ പാർലമെന്റിൽ പ്രാർത്ഥനയുടെ വരികൾ മുഴങ്ങിയത്. പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന വരികൾ ആരംഭിക്കുന്നത് മഹാപാപമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും കാവ്യ സന്ധ്യകൾ നടത്തിയ കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ. ആ കേരളത്തിൽ നിന്ന് പോയ രാജ്യസഭയിൽ രാജ്യസഭാംഗങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട്, ലോകത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പാടണം എന്ന് നിശ്ചയിച്ച് തന്നെയാണ് ഞാൻ രാജ്യസഭയിലെ പ്രസംഗത്തിൽ പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ. പുത്തുപറമ്പ് പട്ടണത്തിൽ അത് പാടിക്കൂടാ, രാജ്യസഭയിൽ ഞാനത് പാടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകിയവരുടെ, ജീവിതം സമർപ്പിച്ചവരുടെ, ആ ജീവനാന്തരം കണ്ണീരും കൈയുമായി കഴിയുന്ന അമ്മമാരുടെ വികാര വിചാരങ്ങൾ എന്നിലൂടെ ആവിഷ്കരിക്കപ്പെടണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. കൂട്ടത്തിൽ എനിക്ക് തോന്നി, ഞാൻ രാജ്യസഭയിൽ ചെന്ന നാൾ മുതൽ ഈ പറയുന്ന CPI-ന്റെ മുഴുവൻ വിരലുകളും വേണ്ട, ഒരു കയ്യിലെ മുഴുവൻ വിരലുകളും വേണ്ട എന്നാണെങ്കിലും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ചാണ്, പറയുന്നത് ഭരണഘടനയെ കുറിച്ചാണ്. പക്ഷെ ഈ കൂട്ടർ ഏത് തരത്തിൽപ്പെട്ടവരാണ് എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ കൃത്രിമക്കാലുകൾ ഞാൻ അടിച്ചെടുത്ത് ആവേശപ്പെട്ടത്. ഇതാണ് ഇവർ പറയുന്ന ജനാധിപത്യം എന്ന് ലോകത്തെ കാണിച്ചു. അത് ഞാൻ ചെയ്യേണ്ടതാണ്, ഞാനാണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഈ പറയുന്ന ആയിരക്കണക്കിന് എന്റെ സഹോദരങ്ങളുടെ പ്രതിനിധിയാണ്, വേദന അനുഭവിക്കുന്നവരുടെ, യാതന അനുഭവിച്ചവരുടെ പ്രതിനിധിയാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യണം? അത് ചാരിതാർത്ഥ്യത്തോടുകൂടി തന്നെ ഞാൻ ലോകം കണ്ടു ഇവരെങ്ങനെയുള്ളവരാണ്, ഏത് കൂട്ടരാണ് എന്ന്. അതിനുശേഷം ആ സഭയിലെ അന്തരീക്ഷം ഞാൻ പഠിച്ചു, നിരീക്ഷിച്ചു. എനിക്ക് മനസ്സിലായി ഭാരതത്തിന്റെ മനസ്സ് ദേശീയ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും സഹിക്കാൻ സന്നദ്ധരായ സഹോദരങ്ങളോടൊപ്പമാണ് എന്നെനിക്ക് ബോധ്യമായി. ഞാൻ സംതൃപ്തനാണ്. ഞാൻ ഈ കാര്യം എൻ്റെ ബന്ധുക്കളോട്, കുടുംബാംഗങ്ങളോട് പറയുന്നത്, നമുക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ദൂരം, ഓരോരുത്തർക്കും കഴിയുന്ന രീതി. ഗാസിയുടെ നമ്മുടെ പഞ്ചപരിവർത്തനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. നാം ഓരോരുത്തരും അതിന്റെ സന്ദേശവാഹകരാകണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മളായിട്ട് പരിഹരിക്കണം. കുടുംബങ്ങളിൽ പ്രബോധനം നടക്കണം. കുടുംബം ആദർശ കുടുംബമായി മാറണം. സ്വദേശി സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരണം. നാം ഈ ഭാരതത്തിന്റെ സന്താനങ്ങളാണെന്ന് ബോധ്യത്തോടുകൂടി സാമൂഹിക സമരസത, വൈവിധ്യങ്ങളുടെ വിളഭൂമിയാണ് ഈ ഭാരതം. ആ വൈവിധ്യങ്ങളുടെ വക്താക്കളാകാൻ നമുക്ക് കഴിയണം. അന്ത്യജനങ്ങളുടെ വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ് എന്ന ഭാവം നമ്മളിൽ വളരണം. അതാണ് സാമൂഹ്യ സമരസത എന്ന് പറയുന്നത്. കുടുംബ പ്രബോധനം, ഓരോ കുടുംബത്തിലും നമ്മുടെ കുടുംബ മഹത്വത്തെ കുറിച്ച് സംസാരിക്കണം. ആ നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനി ഒരുപാട് സഞ്ചരിക്കണം, ഒരുപാട്. ആ സഞ്ചാരത്തിന് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് സഹായകമാക്കുകയും ഞാൻ പ്രാർത്ഥനയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ കണ്ടു കാണും, 2 പ്രധാനപ്പെട്ട ചാനലുകൾ നടത്തിയ സർവേയിൽ NDA സഖ്യത്തിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ 16 മുതൽ 22 വരെ സീറ്റുകളാണെന്ന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് കേരളത്തിൽ. നമ്മൾ അവിടെ പടപൊരുതുകയാണ് നമ്മുടെ പ്രവർത്തകന്മാർ.
ഒരാഴ്ച മുമ്പെങ്കിൽ നിങ്ങൾ എല്ലാവരും വെട്ടിയെടുത്ത് നാട്ടിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ആ ഒരാഴ്ച കാലം നിങ്ങളുടെ വീട്ടിൽ വിശ്രമിക്കരുത്, വിരുന്നു പോകരുത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങണം. നമ്മുടെ പാർട്ടിക്ക്, നമ്മുടെ സഖ്യത്തിന് വോട്ടുകൾ സമർപ്പിക്കണം. അവിടെ വോട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ രൂപീകരിച്ച് സ്പെഷ്യൽ ട്രെയിൻ, ഞാൻ ഇങ്ങോട്ട് വരുന്ന ദിവസം വിനോദ് താവളേജിയെ സംസാരിച്ചു, നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ പ്രത്യേക ബസ് ഏർപ്പാട് ചെയ്യണമെങ്കിൽ അങ്ങനെ, സ്പെഷ്യൽ ട്രെയിൻ വേണമെങ്കിൽ അങ്ങനെ, എന്തും നമ്മുടെ സംഘടന അതിന് സജ്ജമാണ്. നമുക്ക് അതിലൂടെ കഴിവുണ്ടാകും. ആ നിലയ്ക്ക് ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറാകണം. മറ്റൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും പറ്റുമെങ്കിൽ ഇന്നു മുതൽ ഒരു 25 നമ്പറുകളിൽ കാർഡുകൾ വിളിച്ചു തുടങ്ങി. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ അറിയാലോ. ഇത്തവണ ചേട്ടൻ്റെ വോട്ട്, എൻ്റെ വോട്ട് ഇങ്ങനെ ചോദിക്കണം. അമ്മമാർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അമ്മമാരുടെ ഇന്നെന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് ചോദിക്കുന്നതോടൊപ്പം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നല്ലോ എന്നുകൂടി ഒരു വലിയ കൂടി ചേർക്കാൻ. ഗുഡ് മോർണിംഗ്, നമസ്കാരവും ശകവയ്യപ്പ മെസ്സേജുകളൊക്കെ അയക്കുന്ന കൂട്ടത്തിൽ അതുകൂടെ അങ്ങനെ ഒരു 25 പേര്, ഒരു അമ്മമാരുൾപ്പെടെ 25 പേര് ഒരു ദിവസം. നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് ഒരു 3-4% വോട്ട് കേരളത്തിൽ വർദ്ധിക്കും എന്ന് ചിന്തിക്കുക. ഒരു 4% വോട്ട് കേരളത്തിൽ നമുക്ക് വർദ്ധിച്ചാൽ വലിയ മാറ്റം അതുണ്ടാകും. അപ്പൊ ആ നിലയ്ക്കുള്ള മനസ്സിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് വിളിച്ച് ഗോവിന്ദാസ്, ഞാൻ നിയമപൗരാണെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തും ധാരാളം പ്രവർത്തകർ, സംഘടനകൾ എന്നെ ക്ഷണിക്കുന്നുണ്ട്. അതൊന്നും എൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ പ്രസ്ഥാനത്തോടുള്ള പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 2 വരിഷ്ഠരായ സംഘ അധികാരിമാര് എൻ്റെ ഇടത്തും വലുതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെയാവാം, ആരായാലും നമ്മൾക്ക് നിമിത്തങ്ങളുടെ ഉപകരണങ്ങൾ മാത്രമാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി കൂടുതൽ കരുത്തോടെ സംഘകാര്യത്തിൽ മുഴുകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചതിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. ഇനിയും എപ്പോഴെങ്കിലും ഒക്കെ സാധിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ ഒന്ന് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കാൻ കുറേ നേരമായി സന്ദേഹമായി. എനിക്കും സമയം കുറക്കുന്നത്, അതുകൊണ്ട് നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിങ്ങളെല്ലാം തന്ന സന്തോഷം, നിങ്ങളെല്ലാം തന്ന സ്നേഹം, അതെല്ലാം നമ്മുടെ സ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കല്ല, അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. രവിത്തിന്റെ അമ്മ നാരായണീച്ചിയുടെ മുഖം ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. ജയകൃഷ്ണനാളുടെ മാഷാന്തിയായ അമ്മ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അനേകം ആളുകളുണ്ട്. അവരുടെയൊക്കെ നിങ്ങൾ എൻ്റെ കഴുത്തടിച്ച ഷാളൊക്കെ ഞാൻ മനസ്സുകൊണ്ട് അവരുടെ കഴുത്തിലേക്ക് അടിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം മാതൃശക്തിയാണ് ഭാരതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. എപ്പോഴും മോദിജി പറയുന്നത് നാരീശക്തിയെ കുറിച്ചാണ്. ആ നാരീശക്തിയുടെ പ്രതിബിംബങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും. നിങ്ങളില്ലെങ്കിൽ സംഘമില്ല, അതാണ് അവസ്ഥ. കണ്ണൂർ ജില്ലയിൽ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് കരുത്തു പകർന്ന അനേകം അമ്മമാരുണ്ട്. അനേകം ആ അമ്മമാരുടെ ഒക്കെ പ്രതിബിംബങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നാമം കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. തന്റെ ജീവിത അനുഭവം ഇവിടെ നമുക്ക് മുന്നിൽ വെച്ച് ഓരോ സംഘ സേവകരും കടന്നു വന്ന വഴികൾ ഇത്ര ദുർഘടമായിരുന്നു. ആ അവരുടെ യാതനകളുടെ ഫലമായി നാം നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് വളരെ ഭംഗിയായിട്ട് മാഷ് നമ്മൾ മുന്നിൽ വെച്ചു. നന്ദി. ഇപ്പോ സംഘത്തിന്റെ 100 വർഷം ആചരിക്കുന്ന ഈ സമയത്തോടൊപ്പം തന്നെ നമ്മൾ വന്ദേ ഭാരതത്തിന്റെ 150ാമത്തെ വർഷം കൂടി ആചരിക്കുകയാണ്. അപ്പോ ഈ അവസരത്തിൽ വന്ദേ ഭാരതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട ദേവീസ്തുതികളെ കൂടി തിരിച്ച് ആൾ ചെയ്തിട്ട് വന്ദേ ഭാരതത്തിന്റെ പൂർണ്ണ രൂപം
എല്ലാ ഗവൺമെന്റ് ഫംഗ്ഷനിലും ഔപചാരികമായി ചെല്ലണമെന്നൊരു തീരുമാനം ഇപ്പോൾ എടുക്കുകയുണ്ടായി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇന്ന് വന്ദേ ഭാരതത്തിന്റെ പൂർണ്ണരൂപം ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതിൽ വന്ദേ ഭാരതത്തിന്റെ കൂടെ ഉണ്ടാവണം. അത് ആരംഭിക്കാൻ വേണ്ടി വരുന്നത് സിദ്ധജ രമേഷ് കുട്ടികൾ പരിചയപ്പെടുത്തിയ കൂടിയാണ്. 100% വിഷ്വലി ഇംപെയർഡ്, അതായത് കണ്ണിന് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന കുട്ടിയാണ്. ആ ഒരു അവസ്ഥയിൽ പോലും ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ചാർട്ടേഡ് അക്കൗണ്ട്, ഇന്റേൺഷിപ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ KPMG വർക്ക് ചെയ്യുകയാണ്.
നന്ദി പ്രകാശനത്തിനായി ബാലകൃഷ്ണൻജി കല്യാണം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരത് ഭാരതി സംഘടിപ്പിച്ച ശ്രീ സദാനന്ദ മാസ്റ്റർക്ക് സ്വീകരണം കൊടുക്കുന്ന ഈ പരിപാടിയുടെ നന്ദി പറയുന്ന ഒരു ഉദ്ഘാടനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് അഭിമാനം തോന്നുന്ന നമ്മുടെ ഭാരത് ഭാരതി പ്രമുഖ സദാനന്ദ മാസ്റ്റർജി പറഞ്ഞു കഴിഞ്ഞു. ഗോകുൽദാസിന്റെ പ്രേരണ കൊണ്ടാണ് സംഘത്തിലെത്തിയതും ഇന്ന് ഗോകുൽദാസ് സദാനന്ദ മാസ്റ്ററിന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അതിനൊരു പ്രേരണ ശ്രീ ഗോകുൽദാസയുടെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം എല്ലാവരും വിളിച്ച് സംഘടിപ്പിച്ച് ഭംഗിയാക്കിയ ശ്രീ ഗോകുൽദാസ് എൻ്റെ സ്വന്തം പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ സ്വന്തം പ്രവർത്തനത്തിൽ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കൊപ്പം സ്വന്തം സഹപ്രവർത്തകർക്കും അനുഭവപ്പെട്ട വളരെ ദുർഘടമായ പ്രവർത്തനത്തിൽ കൂടി ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നമ്മുടെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് കുറച്ചു പേരെങ്കിലും കണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അത്രയും ഹൃദയസ്പർശിയായ ഒരു നല്ലൊരു പ്രസംഗം അനുഭവം പ്രവർത്തനത്തിൻ്റെ നമ്മുടെ മുന്നിൽ വെച്ച ശ്രീ വളരെ തിരക്കിനിടയിലും നമ്മുടെ ഒപ്പം വന്ന 2 ദിവസമായിട്ട് സദാനന്ദ മാസ്റ്റർ കുടുംബവും നമുക്ക് വേണ്ടിയിട്ട് സമയം തന്ന ശ്രീ സദാനന്ദ മാസ്റ്റർജിക്ക് ഭാരത് ഭാരതി മുംബൈയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ വളരെ ഹൃദയത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ സംഘാധികാരികളായ ശ്രീ വിലാസ്ജി അവരും നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്ന് ഈ പ്രോഗ്രാമിൻ്റെ മറ്റു കൂട്ടാനും അവർ വന്ന ഒരു സമയം കഴിയുന്നതിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജില്ലപ്പാറിലെ സംഘചാലകമാണ്. സംഘത്തിൻ്റെ വളരെയധികം 100-ാം വർഷത്തിലെ വളരെയധികം വർക്കുകൾ നടക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി പരിപാടിക്ക് വന്ന് മാർഗനിർദ്ദേശം തന്ന രവീന്ദ്രജിക്ക് അദ്ദേഹത്തിൻ്റെ പേരും ഭാരത് പേരും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ സുരേഷിയാണ് എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എന്ന ആളാണ് ശ്രീ സുരേഷ് ബാബുജിക്ക് ഭാരത് ഭാരതിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം ഈ സദസ്സ് ഇത്രയും ഭംഗിയായി നിറഞ്ഞ് ഒരു ഇതാക്കി മാറ്റിയ എല്ലാ സഹോദരന്മാർക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കും പലർക്കും ഭാരത് ഭാരതിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ ഭംഗിയായി നമ്മുടെ വന്ദേമാതരം ആലോചിച്ച നമ്മുടെ സഹോദരി വളരെ ഭംഗിയായിട്ട് ആലോചിച്ചു. എല്ലാവരും ആസ്വദിക്കാൻ സാധിച്ചു. സദാനന്ദി മാഷെ കുറിച്ച് അനുമോദിക്കുകയും ചെയ്തു. അത്രയും നന്നായി ആലോചിച്ച കുട്ടിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. SIES സ്കൂൾ നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് വന്ന മാനേജ്മെൻറ്റിനും സൗണ്ട് സിസ്റ്റം, ക്യാമറമാൻ, അങ്ങനെ ഈ പ്രോഗ്രാം എല്ലാം വളരെ സഹായത്തോട് ഭംഗിയായി നടത്തിയ എല്ലാവർക്കും ഭാരത് ഭാരതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പരിസമാപ്തിയായി നമുക്ക് എല്ലാവരും ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ബോംബെ കേരളീയ സമാജത്തിന്റെ ബിൽഡിങ്ങിലാണ്. ഇത് നമ്മുടെ ഈ ഹോളിന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇടത് ഭാഗത്തേക്ക് 2 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ അവിടെ കുട്ടികൾ നിൽക്കേണ്ടവരെ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. അതേപോലെ പ്രത്യേക അറിയിപ്പുള്ളത്, കേരളത്തിന് ഇലക്ഷൻ വർക്കിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുംബൈയിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ പോകാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പേരും നമ്പറും ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കേരള സമാജം ഹോൾഡിംഗ് കേരളീയ സമാജം ഹോൾ which is 3-4 buildings in the left of this building. So request all who are sitting here to go and have lunch and go home. Thank you.
ലോക്ക് ആയിട്ടാണ്. ആ ലോക്കായി. ശരിയല്ല Mira,